എന്താ പ്രൊഡക്റ്റ് ഒന്നും പോയില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾക്ക് അപ്ഡേഷൻസ് പോസ്റ്റൽ സർവീസിലെ അപ്ഡേഷൻസ് എന്തോ നടക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടില്ല എത്ര ദിവസമായിട്ടില്ലേ? ഞാൻ ഒരു 1 വീക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അത് കൊണ്ടുപോയി കൊടുത്ത സംഭവങ്ങളൊക്കെ ഇതുപോലെ ബാർകോഡും എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കത് കുറച്ചുകൂടി അതിന്റെ എന്തോ അപ്ഡേഷൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റൊക്കെ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ചെയ്തവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ DTDC വേണം, അവർക്ക് വേഗം എളുപ്പത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ DTDC നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അല്ല പോസ്റ്റ് ലൈന് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി ഒന്ന് ഡിലേ ആവുന്നതായിരിക്കും കേട്ടോ. ഒരു മാക്സിമം ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതർ സ്റ്റേറ്റൊക്കെ എന്തായാലും നമുക്ക് പോസ്റ്റിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ പോസ്റ്റിലെ അപ്ഡേഷൻസ് എന്ന് കഴിയുന്നോ അന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് അത് ആവശ്യമുള്ളവർക്കൊക്കെ വേഗത്തിൽ തന്നെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്തവർ DTDC ആയിട്ട് നമ്മളിവിടുന്ന് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് സെൻഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തത്. റിട്ടേൺ വന്നു. അപ്പോൾ അവരുടെ അപ്ഡേഷൻസ് ഒക്കെ എന്തായാലും ക്ലിയർ ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ് അതെ നമ്മളിപ്പോൾ ഈ നമ്പറായിട്ട് സ്റ്റാഫിന് പറഞ്ഞിട്ടുണ്ട്. അവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് വേഗത്തിൽ കിട്ടേണ്ടവർക്കാണെങ്കിൽ നമ്മൾ DTDC വഴി അയക്കും. അല്ലാത്തവർക്കാണെങ്കിൽ പോസ്റ്റ് വഴി തന്നെ കുഴപ്പമില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് DTDC അയക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവരുടെ അപ്ഡേഷൻസ് കഴിയുന്നത് വരെ നമ്മൾ എന്തായാലും പോസ്റ്റലിൽ കൊടുക്കാൻ ഇനി ആരായാലും അതർ സ്റ്റേറ്റ്സ് ആകുമ്പോഴും DTDC വഴി സെൻഡ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ അവർക്ക് മാക്സിമം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അതർ സ്റ്റേറ്റ് ആക്കുമ്പോൾ നമുക്ക് കിട്ടും. നമ്മുടെ ഇവിടെ ആകുമ്പോൾ എന്തായാലും മാക്സിമം ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ, പിറ്റേ ദിവസം തന്നെ കിട്ടുന്നവരുണ്ട് അല്ലേ DTDC വഴി സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോക്കാം നമുക്ക് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ ഐഡിയ പോലെ നമ്മൾ ഇന്ന് നമ്മൾ 390 കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ്. പുതിയ പ്രിന്റ്, പുതിയ കളർ ചാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡെയിലി ഓൺലൈൻ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ കളർ ചാർട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. 4 കളർ ചാർട്ടാണ്. എന്നത്തെയും പോലെ തന്നെ 390 ആണ് റേറ്റ് വരുന്നത്. പ്ലസ് ഷിപ്പിംഗ് ചാർജ്. ഒരു സെറ്റായിട്ട് എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് നൽകുന്നത് കേട്ടോ. അതാണ് എടുത്ത് പറയാനുള്ള കാര്യം. പാൻറ്റിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കുറേ പേര് റിക്വസ്റ്റ് ആയിരുന്നു സ്ട്രൈറ്റ് പാൻറ്റ് വിത്ത് പോക്കറ്റോട് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെമി പ്ലാസോ മാറ്റിയിട്ട് സ്ട്രൈറ്റ് ബോട്ടോ ആക്കിയിട്ടുണ്ട്. അതൊരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ അതുപോലെ തന്നെ റയോൺ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴേക്കാണ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. വേഗം അതൊക്കെയാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഫസ്റ്റിന് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു പീച്ച് ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഓഫ് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വി നെക്കാണ് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് വന്നിട്ട് XXL ലേബിളാണ്. XL XXL ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. സ്ട്രൈറ്റ് ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. വിത്ത് പോക്കറ്റോട് കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വി നെക്കാണ്. സൈഡ് സ്ലിറ്റ് ആണ്. 3/4 സ്ലീവ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ് കളറ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ്. സെയിം ബോട്ടം. സ്ട്രെച്ചബിൾ എലാസ്റ്റിക്. XL ആരാകുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യുക. XXL ആരാകുമ്പോൾ ഫിറ്റിങ്ങോട് കൂടി യൂസ് ചെയ്യാം. പ്ലസ് സൈസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെന്തായാലും വിഷമിക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ള ഫ്രോക്ക് നെറ്റിയുടെ കളക്ഷൻസും ഉടൻ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനൊരുപാട് എൻക്വയറി ഉണ്ട്. അത് ഉടൻ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വിത്ത് ബോട്ടം. സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കൊടുത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റാണി പിങ്ക്, ഒരു വാട്ടർ മെലൺ പിങ്ക് പോലത്തെ അല്ലേ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. പിങ്ക് മജന്തി അല്ല, വൈൻ ഷെയ്ഡും കൂടിയല്ല, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ പാറ്റേൺ. നല്ലൊരു കളറാണ്. അതുപോലെയാണ്. അങ്ങനെ ഈ ഒരു ഡിസൈനിൽ 4 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇത് റീസ്റ്റോക്ക് ഐറ്റം ആണ്. ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. വേഗത്തിൽ ഇഷ്ടപ്പെടണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ തരുന്ന ടൈമിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത്. ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷൻസ് വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത്. ടേക്ക് കെയർ. ബൈ.